ഹരീഷ് കണാരൻ, താങ്കളെ 2 തവണ പോലീസ് പിടിച്ചിട്ടുണ്ട്. അതിൽ ഒരു തവണ പോലീസ് പിടിച്ച സമയത്ത് ഇറക്കാൻ വന്നത് താങ്കളുടെ പ്രിയ സ്നേഹിതൻ നിർമ്മലായിരുന്നു. പക്ഷേ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷെ ഒരു രീതി ഭാഗ്യവാനാ കുട്ടിയേട്ടാ. ഇത്രയും കാലത്തെ ജീവിതത്തിനിടെ 2 തവണയല്ലേ പോലീസ് പിടിച്ചുള്ളൂ. കയ്യിലിരിപ്പനുസരിച്ച് അത്രയും പോരല്ലേ നിർമ്മല അല്ലേ? ഇടയ്ക്ക് പിടിക്കലുണ്ട് പോലീസ്. ഇടയ്ക്ക് പിടിക്കലുണ്ടല്ലേ? പിടുത്തം കുറഞ്ഞ ഇപ്പഴാ പിടുത്തം ഫേസ് ഫെമിലിയർ ആയപ്പോ പിടുത്തം കുറഞ്ഞത് അല്ലേ? അല്ല, പിടിച്ചാ പിന്നെ അവർക്ക് അവരുടെ കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം. ചിലപ്പോൾ നമ്മൾ ചില കാഴ്ചകൾ കാണുന്നത്, നമ്മൾ ഈ ഇടയ്ക്ക് ഒരു സ്ഥലത്തൂടെ ഒരു ട്രാഫിക് സിഗ്നൽ ക്രോസ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ സിഗ്നൽ ക്രോസ് ചെയ്ത് വന്നപ്പം സിഗ്നൽ റെഡ് ആയത് അറിഞ്ഞില്ല ഡ്രൈവർ ഇപ്പുറം കടന്നു. അവിടെ ഒരു CI നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ രൂക്ഷമായി നോക്കുന്നുണ്ട്. മുന്നോട്ട് പോയി വണ്ടി പിറകോട്ട് എടുത്തു. അങ്ങനെ എന്തോ കൈ കാണിക്കുമോ എന്തോ ഇത് എന്നിട്ട് അങ്ങനെ. അപ്പം ഞാൻ എന്തോന്ന് അറിയാൻ വേണ്ടി ഗ്ലാസ് ഒന്ന് താഴ്ത്തി. ഉടനെ എങ്ങനെ ചീത്ത വിളിക്കാൻ വന്ന എങ്ങനെ അങ്ങനെ ഫേസിന്റെ എക്സ്പ്രഷൻ മാറുന്ന. ഞാൻ 2 ചീത്ത വിളിക്കണമെന്ന് തോന്നുന്നല്ലേ? വിളിച്ചോളൂ, കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരിചയമായതുകൊണ്ട് മാത്രം 2 തെരുവിൽ ഒഴിവായതാ. അല്ലെങ്കിൽ അത് ടെലിവിഷനാണ് അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം. അല്ലെങ്കിൽ പോയതായിരുന്നു. അതുപോലെ നിങ്ങളും ഇങ്ങനെ പലയിടത്തും പോകുമ്പോഴേ സിനിമയിലുള്ള നിങ്ങൾ വലിയ സ്ക്രീനിലൊക്കെ ഇത്രയും ടൈറ്റിലൊക്കെ കാണൂല, ആൾക്കാർ മനസ്സ് നിറഞ്ഞ് കണ്ടു പോകുന്നവരല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടും. പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് ഞാൻ ആദ്യം ഒരു കോമഡി ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞിട്ട് കണാരനൊക്കെ ഒന്ന് അത്യാവശ്യം എല്ലാവരും അറിയും. കണാരൻ സിനിമയിലൊന്നും വന്നില്ല, ഫേമസ് ആണ്. നാട്ടിൽ ചെറിയൊരു ഒരു ഷോർട്ട് ഫിലിം ഒരു ഷൂട്ട് ഉണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇവനെ വിളിക്കുക ടൗണിൽ. ഇപ്പം പിന്നെ പേരാമ്പ്ര ഭാഗത്തിന് ഷൂട്ട് കോഴിക്കോട് എത്തിയപ്പോൾ നിർമ്മലിനെ വിളിച്ചിടയ്ക്ക് ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ അഴകൊടി ക്ഷേത്രത്തിൽ ഒരു ചെറിയൊരു ഉദ്ഘാടനം ഉണ്ട്, ഇങ്ങോട്ട് വന്നത്. അപ്പം എൻ്റെ അടുത്തൊരു ആക്സസ് വണ്ടിയാണ്. ഈ വണ്ടിയായിട്ട് ഞാൻ അവിടെ ചെന്ന് ഇവൻ എന്നെ സ്റ്റേജിൽ വിളിച്ച് ഞങ്ങൾ 2 ഡയലോഗൊക്കെ അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവൻ്റെ നാട്ടിൽ കൂടിയാണ് പോണത്. എൻ്റെ നാട്ടിലെ ഇവന് ഞങ്ങൾ അടുത്തടുത്താണല്ലോ. അവൻ നാട്ടിലെത്തി ഇവൻ പറഞ്ഞിട്ട് ചെറിയൊരു കമ്പനി ഉണ്ട് വാന്ന്, ഉത്സാഹ കമ്മിറ്റി. അത് ഞാൻ പറഞ്ഞു വേണോ? എനിക്ക് വാടോ പെട്ടെന്ന് പോകാൻ. അങ്ങനെ ചെന്നപ്പോൾ അങ്ങനെ കമ്മിറ്റി കൂടി കഴിഞ്ഞപ്പം നല്ല ചിക്കൻ ഫ്രൈ ഉണ്ട്. ഞാൻ അവനോട് ഇത് എവിടുന്ന് വാങ്ങി ചോദിച്ചു. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വൈഫിന് ഒരു പാർസൽ വാങ്ങി അതവിടെ സോൾവ് ആവല്ലോ, പ്രശ്നം തീരും. ഞാൻ നേരെ പിന്നെ അപ്പം പറഞ്ഞ് ബൈപ്പാസിൻ്റെ അപ്പുറത്തുള്ള വാങ്ങിക്കുക പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ വണ്ടി എടുത്ത് അവിടെ പോയി ഇത് പാർസൽ വാങ്ങി ആ കൗണ്ടറിലുള്ള ക്യാഷിയറായിട്ട് സംസാരിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ ഒരു ഫ്രണ്ട്, ഒരു അരുൺ പോലീസ് എന്ന് പറഞ്ഞിട്ട്, നമസ്കാരം ഹരീഷ് ഭായ്, ഞാനാണ് നിർമ്മലിൻ്റെ ഫ്രണ്ടാണ്, അരുൺ എന്നാണ് പേര്. ഈ ഇതായിട്ട് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം വിളിച്ചാൽ മതി, ഞാൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഒരാളെ കൊന്നിട്ട് മുമ്പ് പെട്ടാൽ പോലും കുഴപ്പമില്ല. അപ്പം ആള് അങ്ങനെ ഒന്നുമില്ല കേട്ടോ, നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തുതരും. നമ്പറൊക്കെ തന്ന് അങ്ങനെ ഞാൻ ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ എൻ്റെ ഹെൽമെറ്റ് അവിടെ വെച്ച് മറന്നുപോയി. നേരെ വരുന്ന ബൈക്കിൽ ചെക്കിങ്, പോലീസ് കൈ കാണിച്ച് ഹെൽമെറ്റ് എവിടെ ചോദിച്ചു. സാറേ ഹെൽമെറ്റ്. അപ്പം ഞാൻ സാറേ ഹെൽമെറ്റൊക്കെ എടുക്കാം എന്തോ പറഞ്ഞ് അപ്പോഴേക്ക് കോൺസ്റ്റബിൾ കഴിച്ചിട്ടുണ്ടേ ഞാൻ ചെറിയതുപോലെ. അപ്പോൾ SI ആരാണ് സാർ? അത് നമ്മളെ ചാനലിലൊക്കെ ഉള്ള കണാരൻ്റെ ഒക്കെ ആണോ? മോനെ വിളിക്ക്. എന്തേടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല സാർ, ഞാൻ ചെറിയ കുഴപ്പമൊന്നുമില്ല, ഓടിച്ചു പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ ഓടിച്ചു പോകാൻ. എന്നാൽ പോയിക്കോ, നീ ഇത് ആവർത്തിക്കരുത് കേട്ടോ. ചാനലിലൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വിടുന്നത് കേട്ടോ. ഞാൻ 2 കിലോമീറ്റർ പോയിട്ട് ഞാൻ തിരിച്ചു വന്ന് എൻ്റെ ഹെൽമെറ്റ് ഇവിടെ വെച്ച് മറന്നു എന്ന് പറഞ്ഞു. ഹെൽമെറ്റ് ഇല്ലാത്തതിനാ കൈ കാണിച്ചത്. ഹെൽമെറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ട്, അത് സാറേ ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കളിപ്പിക്കല്ലേ, ഹെൽമെറ്റ് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് എവിടെ വെച്ചാൽ ഹെൽമെറ്റ് ഈ ബോണറ്റിൻ്റെ മുകളിൽ വെച്ചെന്ന് പറഞ്ഞു. ജീപ്പിൻ്റെ ബോണറ്റിൻ്റെ മുകളിൽ ഹെൽമെറ്റ് അല്ലേ? എടാ എന്നെ എന്തിനാ കൈ പിടിച്ച്? ഹെൽമെറ്റ് ഇല്ലായിട്ട് ഈ ഹെൽമെറ്റ് എങ്ങനെ ഇവിടെ ഉത്സാഹ കമ്മിറ്റിയുടെ പ്രതികരണമായത് അല്ലേ? അപ്പം അവിടുന്ന് SI കയറ്റിക്ക തീരെ ബോധമില്ലാന്ന്. അപ്പൊ ഇവൻ പറഞ്ഞത് നാളെ ഞങ്ങൾക്ക് ദുബായ് പോവാണ്ട് സാർ, എങ്ങനെയെങ്കിലും വിടണം സാർ പ്ലീസ്. അപ്പോഴേക്ക് മറ്റേ ഫ്ലൈങ് സ്ക്വാഡിന്റെ മറ്റേ വണ്ടി വന്ന് ഇപ്പൊ ഇവൻ എന്നെ വിളിച്ചു പറഞ്ഞു, എടാ എന്നെ പൊക്കിന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എത്തിപ്പോയി, പേടിക്കണ്ട. ഞാൻ പിന്നെ അത്തോലോകം പോലെ എത്തി, ഭയങ്കര പ്രശ്നം. ഞാൻ എത്തിയാ കഴിഞ്ഞല്ല. ഞാൻ അപ്പം തന്നെ അരുൺ പോലീസിനെ വിളിച്ചു. അരുൺ പോലീസ് എന്ത് കൊലപാതകം നടത്തിയാലും അരുണേട്ടാ, ഹരീഷാണ്. എന്താ പറഞ്ഞോ അരുണേട്ടാ, അവനെ പോലീസ് വിളിച്ച് പെട്ടെന്ന് വരെ കട്ടായി. പിന്നെ വിളിച്ച് നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്തായി. അങ്ങനെ ഞാനിവിടെ എത്തിയപ്പോ പോലീസ് അപ്പൊ സാറേ മറ്റേ ബാബുവേട്ടനും വന്നിട്ടുണ്ട് പറഞ്ഞു. ഞാൻ നടന്നിട്ടാ പോയത് വണ്ടിക്ക് അപ്പുറം വെച്ചിട്ട്. എന്താ അപ്പൊ ഇവൻ ഞാൻ അവനോട് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് ഗൾഫ് പോകാനുള്ളതാണ്. അപ്പൊ പോലീസുകാർ എന്നോട് നാളെ ദുബായ് പോകണ്ടല്ലേ, ഉത്സാഹ കമ്മിറ്റി ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞു നാളെ അല്ല, അടുത്ത മാസം. അപ്പൊ ഇവന്നെ കോളർ പിടിച്ചത് നാളെയല്ലേ
കണ്ണൂർ കാണിക്കുന്നുണ്ട്. ഞാൻ നാളെ എങ്ങനെയാണോ, നാളെ അടുത്ത മാസം പോകണ്ട, നാളെ എങ്ങനെയാണോ, ഞങ്ങൾ തമ്മിൽ കച്ചറ അവിടുന്ന് അവിടെ മതി കയറി പറഞ്ഞ് പിന്നെ കൊണ്ടുപോയി. അപ്പം ഞാൻ ജീപ്പിലേക്ക് വെല്ലു വിളിച്ചു. അരമണിക്കൂറിൽ കൂടുതൽ അവിടെ ഇരിക്കൂല, ഞാൻ പൊക്കിയിരിക്കും. ഇപ്പം വിട്ട് ഇവനെ കൊണ്ടുപോയി. ഞാൻ എൻ്റെ കാറായിട്ട് സെന്നായിട്ട് പിന്നാലെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണം പോലെ ഞാൻ വണ്ടി സൈഡിലേക്ക് ഉറങ്ങി. രാവിലെ ഓടാൻ വരുന്ന ആള് എണീച്ചു, എന്താ നിർമ്മല എവിടെ? എന്താ അവിടെ? ഒരാൾ ജാമ്യത്തിൽ ഇറക്കാണ്ട് രാവിലെ എണീച്ചിട്ട്